ഇന്ന് നമ്മൾ ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണ് നോക്കുന്നത്. പ്രധാനമായിട്ട് ഈ വീഡിയോ എടുക്കാനുള്ള പശ്ചാത്തലം മുഹമ്മദ് യൂനസ് നടത്തിയ ഒരു പ്രസ്താവന, അതായത് ഇന്ത്യയുടെ സെവൻ സിസ്റ്റേഴ്സ്, അത് ഇന്ത്യയുടെ സ്റ്റേറ്റിനെ സെവൻ സിസ്റ്റേഴ്സ് എന്ന് വിളിച്ചുകൊണ്ട് അത് ഒരു സെപ്പറേറ്റ് രാജ്യമാണ്, ഇന്ത്യയുടേതല്ല എന്ന തരത്തിൽ പുള്ളിക്കാരൻ നടത്തിയ ഒരു പ്രസ്താവന. നേപ്പാൾ, ഭൂട്ടാൻ ആ രാജ്യങ്ങളെയൊക്കെ വിശേഷിപ്പിക്കുന്ന പോലെയാണ് സെവൻ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളെ അഭിസംബോധന ചെയ്തത് യൂനസിൻ്റെ കുത്തിത്തിരിപ്പ് രാഷ്ട്രീയം, അതുപോലെ തന്നെ ഇന്ത്യ വിരുദ്ധ മനോഭാവം എല്ലാം തന്നെ നമുക്ക് പ്രകടമായി കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എനിവേ, ഇന്ത്യക്ക് ക്ഷണമുണ്ടായിരുന്നു. ഈ BNP പാർട്ടിയുടെ താരിഖ് റഹ്മാൻ പ്രൈം മിനിസ്റ്റർ ആവുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിയുടെ ഓത്തിൻ്റെ ദിവസം ഇന്ത്യക്ക് ക്ഷണമുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ പോയില്ല. പകരം ഓം ബിർല എന്ന് പറഞ്ഞ് നമ്മളുടെ സ്പീക്കറെയാണ് നമ്മൾ അയച്ചു വെച്ചത്. അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ ഭംഗിയായി അവിടെ തീർന്നിട്ടുണ്ട്. പക്ഷേ അവിടെ ഇന്നലെ താരിഖ് റഹ്മാൻ ചുമതലയേറ്റു. അപ്പം ഇപ്പം നിലവിൽ ബംഗ്ലാദേശിൻ്റെ പൊളിറ്റിക്കൽ സെനാരിയോ എന്താണ് എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അപ്പോൾ അങ്ങനെ വിലയിരുത്തുമ്പോൾ ഇന്ത്യ താരിഖ് റഹ്മാന് ക്ഷണം നൽകിയിട്ടുണ്ട്. പക്ഷേ താരിഖ് റഹ്മാൻ ആദ്യമായിട്ട് ഇന്ത്യ സന്ദർശിക്കുമോ, ഇല്ലെങ്കിൽ പുള്ളിക്കാരൻ ചൈനയ്ക്ക് പോകുമോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകുമോ എന്നുള്ളതൊക്കെ ബംഗ്ലാദേശിൻ്റെ സൈഡിൽ നിന്നും എടുക്കുന്ന തീരുമാനങ്ങൾ അനുസരിച്ചായിരിക്കും കാര്യങ്ങളുടെ മുന്നോട്ട് പോക്ക്. ഒരു സൈഡിൽ നിൽക്കട്ടെ. യൂനസ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ബംഗ്ലാദേശിൻ്റെ പോർട്ടിനെ കുറിച്ചും, അതായത് ബംഗ്ലാദേശിൻ്റെ ബംഗാൾ ഓഷനിലേക്കുള്ള ആ ഒരു ഓപ്പണിങ്ങിനെ കുറിച്ചും അതിൻ്റെ അനന്തമായ സാധ്യതകളെക്കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് സംസാരിച്ചിട്ടാണ് മടങ്ങിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഈ പ്രതിഷേധം നടത്തിയ ഈ സ്റ്റുഡൻസ് അവരിപ്പോൾ എവിടെയാണ്? ബംഗ്ലാദേശിൻ്റെ റോഡുകളിലും തെരുവുകളിലും തലങ്ങും വിലങ്ങും ഓടി നടന്ന് ഈ മൈനോറിറ്റികളെ പിടിച്ച് ഉപദ്രവിച്ച്, അതുപോലെ അവിടുത്തെ പൊതുമുതലുകളൊക്കെ നശിപ്പിച്ച്, എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ തീപ്പന്തം കൊണ്ട് ഇറങ്ങുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നല്ലോ. ഇവരെവിടെ പോയി? അപ്പോൾ ഇവരെവിടെയും പോയിട്ടില്ല, ഇവരവിടെ ഉണ്ട്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, താരിഖ് റഹ്മാൻ്റെ പാർട്ടി BNP, ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി എന്ന് വിളിക്കുന്ന ആ പാർട്ടി 300-ന് 212 സീറ്റ് നേടി ഭൂരിപക്ഷം ഒറ്റകക്ഷിയായിട്ട് തന്നെ ഭരണത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡോമിനേറ്റഡ് പൊസിഷനിലാണ്, എന്ത് തീരുമാനവും എടുക്കാം. അതാണ് BNP പാർട്ടിക്ക് കിട്ടിയിരിക്കുന്ന ഒരു നേട്ടം. ഇനി ഈ താരിഖ് റഹ്മാനെ അവിടെ സമാധാനമായിട്ടിരുന്ന് ഭരിക്കാൻ അനുവദിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. പിന്നെ ഈ അടുത്ത ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാം. അവരായിരിക്കും താരിഖ് റഹ്മാൻ്റെ ഓപ്പോസിഷൻ. അപ്പോൾ ഈ ഓപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം അവർ നേടിയിരുന്ന സീറ്റുകളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു 3 ഇരട്ടി സീറ്റ് ഇത്തവണ ജമാഅത്ത് ഇസ്ലാമിക്ക് കിട്ടിയിട്ടുണ്ട്. 70+ സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരാണ് ഓപ്പോസിഷൻ. അടുത്ത പാർട്ടിയായിട്ടുള്ള NCP, ഈ സ്റ്റുഡൻസുകളുടെ ജെൻസി പാർട്ടി NCP, അവർ ഒരു 5-6 സീറ്റോളം അവർക്കും കിട്ടിയിട്ടുണ്ട്. അതെല്ലാം തന്നെ ഈ ഡാക്ക എന്ന് പറഞ്ഞ ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ഡാക്ക എന്ന് പറഞ്ഞ ആ ഒരു തലസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടാണ് 5-6 സീറ്റുകളൊക്കെ നേടിയിരിക്കുന്നത്. അവർ പല സ്ഥലങ്ങളിലും സ്വതന്ത്രമായിട്ട് മത്സരിച്ചു. അങ്ങനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് തന്നെയാണ് വിജയിച്ചത്. പിന്നീട് അവർ NCPയുടെ സ്ഥാനാർത്ഥിയാണെന്ന് ഇവർ അറിയിക്കുകയാണ് ചെയ്തത്. അങ്ങനത്തെ ഉടായ്പൊക്കെ അവിടെ ഉണ്ട്. പിന്നെ പല സ്ഥലങ്ങളിലും കള്ളവോട്ടും അവർ ഇട്ടിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയും ഇത്തവണ നല്ല രീതിയിലുള്ള കള്ളവോട്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും പൊതുവിൽ ജനങ്ങൾക്ക് അഭിപ്രായം ഓക്കെയാണ്. കാരണം മെജോറിറ്റിയിൽ ഒരു പാർട്ടി വന്നിട്ടുണ്ട്, BNP പാർട്ടി. അപ്പോൾ അതുകൊണ്ട് ബംഗ്ലാദേശിന് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു റൂളിംഗ് കിട്ടും എന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. അത് ഈ യൂനസിനെ നൂലിൽ കെട്ടി താഴോട്ട് ഇറക്കിയ സമയത്ത് യൂനസ് ജമാഅത്ത് ഇസ്ലാമികളുമായിട്ട് ചേർന്ന് ആലോചിച്ചിട്ട് ഒരു തീരുമാനം കൊണ്ടുവന്നിരുന്നു. ആ തീരുമാനം കോൺസ്റ്റിറ്റ്യൂഷൻ റിഫോം കൗൺസിൽ എന്ന് പറഞ്ഞൊരു കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കൗൺസിൽ ഭാവിയിൽ കമ്മിറ്റി ആയിട്ട് മാറ്റും. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് അഥവാ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോം എന്ന് ഉദ്ദേശിക്കുന്നത് നിലവിലെ ഒരു സെക്യുലർ രീതിയിൽ മതനിരപേക്ഷത വിളിച്ചു പറയുന്ന രീതിയിലുള്ള ഒരു ഭരണഘടനയാണ് ബംഗ്ലാദേശിലുള്ളത്. ആ ഭരണഘടന മാറ്റിയിട്ട് ശരിയത്ത് നിയമം കൊണ്ടുവരണം എന്നുള്ളതാണ് ഇവരുടെ താല്പര്യം. അതിനു വേണ്ടിയിട്ടാണ് ഈ ജമാഅത്ത് ഇസ്ലാമി അവർ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസുകളെ പല കോളേജുകളിലും അവർ പ്രോക്സി ആയിട്ട് ഉപയോഗിച്ച് പല കോളേജുകളിൽ നിന്നും തകൃതിയായിട്ട് പ്രതിഷേധം ആർത്തിരമ്പി ഡാക്കയ്ക്കുള്ളിൽ നടത്തിയതും, അതും ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റായിട്ട് അതിനെ മാറ്റി ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിൽ നിന്നും ആട്ടിപ്പായിച്ചതൊക്കെ ഈ സംഘടനകളാണ്. ഇപ്പം ഈ സംഘടന മുന്നോട്ട് വെച്ച ആശയമാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോം കൗൺസിൽ എന്ന് പറയുന്നത്. അതായത് ഭരണഘടന മാറ്റണം. അപ്പോൾ അങ്ങനെ യൂനസ് ഇതിന് പൂർണ്ണമായിട്ട് ഒത്താശ ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയത്. യൂനസും
ഈ ജമാഅത്ത് ഇസ്ലാമി തമ്മിൽ വലിയ വ്യത്യാസമൊന്നും, അവർ രണ്ടും ഒരേ ടീമുകളാണ്. അതിനനുസരിച്ചാണ് ഈ സ്റ്റുഡൻറ് സംഘടന പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഈ സ്റ്റുഡൻറ് സംഘടന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ സ്റ്റുഡൻസുകളാണ് ഇത്രയും നാളും കയറി ഇരുന്ന് ഭയങ്കരമായിട്ട് ഭരിച്ചത്. അപ്പോൾ അവർക്ക് ആ ഒരു ഭരണത്തിൻ്റെ സുഖം അത് മനസ്സിലായിട്ടുണ്ട്. കസാരയുടെ ആ ഒരു ആർത്തി ഇപ്പം കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും പദവി മോഹത്തിൽ വീണ്ടും വീണ്ടും ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്താനുള്ള ചിന്താഗതിയിലാണ് ഇവരുള്ളത്. ഇന്നത്തെ അവരുടെ പ്രസ്താവന കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതാണ്. കാരണം ഈ പ്രസ്താവന അവർ പുറപ്പെടുവിക്കാനുള്ള കാരണം എന്താണ്? അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇവർക്ക് ഇപ്പോഴും ജമാഅത്ത് ഇസ്ലാമിയുടെ ശക്തമായ പിന്തുണയുണ്ട്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് കൗൺസിൽ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇവർ ഒരു 10-25-30ഓളം പോയിന്റുകളുണ്ട്. ഇത്രയും പോയിന്റുകൾ അതിൽ എടുത്തു പറയത്തക്ക പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു വ്യക്തിക്ക് 2 തവണയേ പ്രൈം മിനിസ്റ്റർ ആവാൻ കഴിയുകയുള്ളൂ, 2-ൽ കൂടുതൽ തവണ ഒരു വ്യക്തി പ്രൈം മിനിസ്റ്റർ ആവാൻ പാടില്ല, അതുപോലെ ശരീഅത്ത് ലോ കൊണ്ടുവരുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ പോയിന്റുകൾ ഇതിനകത്ത് എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇവർ മൊത്തത്തിൽ ഈ ജൂൺ മാസം യുനെസിൻ്റെ താൽക്കാലിക ഗവൺമെൻറ് കൊണ്ടുവന്ന ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോർമേഷൻ്റെ പോയിന്റുകളെല്ലാം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇലക്ഷൻ്റെ മുമ്പായിട്ട് ചോദിച്ചിരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് പോയിന്റുകളുണ്ട്. അപ്പോൾ അതിനൊരു പോരായ്മയുണ്ട്. അതായത് ഇവർ നടത്തിയ സർവേ, ജമാഅത്ത് ഇസ്ലാമികൾ നടത്തിയ സർവേ എന്ന് പറഞ്ഞാൽ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലുള്ള ഓരോ പോയിന്റും എടുത്തു വെച്ച് ഇവർ അതിൻ്റെ സർവേയോ അതുമായിട്ട് ബന്ധപ്പെട്ട വിലയിരുത്തലല്ല ഇവർ നടത്തിയത്. ഇവർ നടത്തിയിരിക്കുന്ന മൊത്തത്തിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോർമേഷൻ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ, ഇതാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യത്തിന് ഇവർ 2 ചോദ്യം, 20-ൽ 2 പോയിന്റുമായിട്ട് നിങ്ങൾ യോജിക്കുന്നെങ്കിലും നിങ്ങൾ യെസ് എന്നേ ഉത്തരം പറയാൻ പറ്റൂ. അല്ലാതെ അതിൽ പല പോയിന്റുകളെയും ഗണ്ണിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, പല പോയിന്റുകൾക്കും എതിരെ ഉത്തരം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ അവസ്ഥയിലാണ് ഈ സർവേ എടുത്തിരിക്കുന്നത്. ഈ സർവേ എടുത്തത് ശരിയല്ല എന്നുള്ള നിലപാടാണ് BNP പാർട്ടിക്കും ഇപ്പോഴത്തെ താരിഖ് റഹ്മാനും ഉള്ളത്. അപ്പം താരിഖ് റഹ്മാൻ ചുമതലയേൽക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ BNP പാർട്ടിയുടെ പേജിൽ കൃത്യമായിട്ട് അവർ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോർമേഷൻ കൗൺസിലിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഇത് അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഗവൺമെൻറ് രൂപീകൃതമായിട്ട് അവിടെ പാർലമെൻറ്റ്, അവർക്ക് അപ്പർ ഹൗസ് ഇല്ല, അവർക്ക് ജസ്റ്റ് ഒറ്റ ഹൗസ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ അവർ അപ്പർ ഹൗസ് ലോവർ ഹൗസ് കൊണ്ടുവരാൻ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ ഇത് അവതരിപ്പിച്ച് അവിടെ ഓപ്പോസിറ്റ് പാർട്ടികളും ഭരണകക്ഷിയും എല്ലാം ഇതിനെക്കുറിച്ച് ഇരുന്ന് സംസാരിച്ച് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പോയിന്റുകളെല്ലാം വിശദമായിട്ട് ചർച്ച നടത്തി അതിനുശേഷം ഹൗസിൽ അപ്രൂവൽ വാങ്ങിച്ച് അപ്പർ ഹൗസിൽ അപ്രൂവൽ വാങ്ങിച്ച് ഇത് നടപ്പിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇപ്പോഴത്തെ നിലവിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണോ അതിനനുസരിച്ച് വേണം ഈ അമെൻമെൻറ്റ് കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പോൾ അല്ലാതെ നിങ്ങൾ കുറേ ആൾക്കാർ തെരുവിലിറങ്ങി കുറേ വണ്ടിയും തല്ലിപ്പൊട്ടിച്ച് കുറേ ഷോപ്പുകളെ കത്തിച്ച് കുറേ മൈനോറിറ്റികളെയും പിടിച്ച് കൊലപ്പെടുത്തിയിട്ട് ഇവിടെ ശരീഅത്ത് ലോ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് കുറേ റിഫോർമേഷൻ എഴുതി ഒരു മതഭരണകൂടത്തിൻ്റെ അടിച്ചേൽപ്പിക്കൽ തന്ത്രവുമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് നടക്കില്ല എന്നുള്ളത് തന്നെയാണ് താരിഖ് റഹ്മാൻ വീണ്ടും ആവർത്തിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ സാഹചര്യത്തിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോർമേഷൻ കൗൺസിലിനെ റിജക്റ്റ് ചെയ്തിരിക്കുകയാണ് BNP പാർട്ടി. ഇത് റിജക്റ്റ് ചെയ്യപ്പെട്ടതോടുകൂടി ഇവിടെ ജമാഅത്ത് ഇസ്ലാമികൾക്കും NCP പാർട്ടികൾക്കെല്ലാം തന്നെ തുടങ്ങിയിട്ടുണ്ട് പ്രശ്നം വല്ലാത്ത രീതിയിൽ അവർ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ വീണ്ടും ഷേഖ് ഹസീനയെ എങ്ങനെയാണോ ഞങ്ങൾ പുറത്താക്കിയത് അതേപോലെ താരിഖ് റഹ്മാനെയും ഞങ്ങൾ പുറത്താക്കും എന്നുള്ള ആഹ്വാനമാണ് അവർ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഷേഖ് ഹസീനയെ എന്തിനു വേണ്ടിയിട്ടാണ് പുറത്താക്കിയത്? ശരീഅത്ത് ലോ നടപ്പാക്കാൻ വേണ്ടിയിട്ട്, ഒരു മതഭരണകൂടം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവർ ഷേഖ് ഹസീനയെ പുറത്താക്കിയിരിക്കുന്നത്. ആ യാഥാർത്ഥ്യമാണ് അവർ തന്നെ ഇന്ന് വിളിച്ചു പറയുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും താരിഖ് റഹ്മാൻ വളരെ ശക്തമായ നിലപാടാണ് എടുത്തിരിക്കുന്നത്. താരിഖ് റഹ്മാൻ പറഞ്ഞിരിക്കുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് അഥവാ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോർമേഷൻ കൗൺസിലിനെ നമ്മൾ അംഗീകരിക്കുന്നില്ല, ഇതൊരു കമ്മിറ്റി പോലും അല്ല, ഇത് ജസ്റ്റ് ഒരു കൗൺസിലാണ്, അതുപോലെ സർവേ എടുത്തതിൽ അപാകതകളുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും റിജക്റ്റ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ശക്തമായ നിലപാടെടുത്ത് അതിനെ റിജക്റ്റ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ യഥാർത്ഥ ഭൂതം പുറത്തു വരുന്നുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയും ഇപ്പോൾ ഈ NCP സഖ്യവും കൂടെ ചേർന്നിട്ട് ഈ താരിഖ് റഹ്മാനെതിരെ നിലപാടെടുക്കാനുള്ള തീരുമാനങ്ങൾ ഓൾറെഡി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവർ പരമാവധി പ്രഷർ ചെയ്ത് നോക്കും. ആ പ്രഷറിൽ ഒതുങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇവർ ശക്തമായ രീതിയിൽ പ്രതിഷേധവും പ്രകടനങ്ങളും ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷേഖ് ഹസീനയ്ക്കെതിരെ നടത്തിയതിനേക്കാളും ശക്തമായ രീതിയിൽ നടത്തും എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ കളി തുടങ്ങിയിട്ടുണ്ട്. താരിഖ് റഹ്മാനെ അനുകൂലിക്കുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങളും ഈ BNP പാർട്ടിയോടൊപ്പവും അതേപോലെ ബംഗ്ലാദേശിന് നല്ലൊരു ഭാവി ഉണ്ടായാൽ മതി എന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലുമാണ് എന്നാണ് ബംഗ്ലാദേശിൻ്റെ പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ഇപ്പം ഈ യൂനസ് കാണിച്ച കൊള്ളരുതായ്മ, യൂനസ് ജയിലിൽ നിന്നും തുറന്നുവിട്ട ഈ തീവ്രവാദികൾ, ഈ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ട കുറേ തീവ്രവാദികളുണ്ട്, 100 കണക്കിന് തീവ്രവാദികളെയാണ് യൂനസ് തുറന്നുവിട്ടത്. അവർ ആ രാജ്യത്തിനെ മുടിപ്പിക്കാൻ തീരുമാനിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി അത് ഏത് അവസ്ഥയിൽ മുന്നോട്ട് പോകുമെന്നുള്ളത് ഇനി കണ്ടറിയണം.
അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഇലക്ഷൻ കഴിഞ്ഞിട്ട് പുതിയ പ്രൈം മിനിസ്റ്റർ ചുമതലയേറ്റതിന് ശേഷം ബംഗ്ലാദേശിന്റെ അവസ്ഥ എങ്ങനെയുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് പരതിയപ്പം നമുക്ക് കിട്ടിയ ഇൻഫർമേഷനാണ് ഞാനിവിടെ ഷെയർ ചെയ്തത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.